ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പ് ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. ബ്രസീലിയൻ ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശങ്ക നൽകുന്ന കാര്യം ക്ലബ്ബ് തലത്തിൽ തകർപ്പൻ പ്രകടനം നടത്തുന്ന പല താരങ്ങളും ബ്രസീലിയൻ ദേശീയ ടീമിൽ ആ മികവ് പുലർത്തുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിനീഷ്യസ് ജൂനിയറുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. റയലിൽ എപ്പോഴും നല്ല രൂപത്തിൽ കളിക്കുന്ന വിനിക്ക് ബ്രസീലിൽ തിളങ്ങാൻ സാധിക്കാറില്ല. റാഫീഞ്ഞയും ബാഴ്സലോണയിൽ നടത്തുന്ന ആ ഒരു പ്രകടനം ബ്രസീലിൽ പുറത്തെടുക്കാറില്ല എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് റൊമാരിയോ സംസാരിച്ചിട്ടുണ്ട്. അതായത് വിനീഷ്യസ് ജൂനിയറിൽ വലിയ പ്രതീക്ഷ വെക്കണ്ടട്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബ്രസീലിയൻ ദേശീയ ടീമിൽ വിനിക്ക് തിളങ്ങാൻ കഴിയാറില്ല എന്ന കാര്യം റൊമാരിയോ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വരുന്ന വേൾഡ് കപ്പിൽ വിനിയിൽ നിന്നും നമ്മൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം കണക്കുകൾ വെച്ച് സംസാരിക്കുന്നവരാണ് നമ്മൾ. റയൽ മാഡ്രിഡിൽ വിനീഷ്യസ് ഒരു ഹീറോയാണ്. പക്ഷെ ബ്രസീലിയൻ ദേശീയ ടീമിൽ അദ്ദേഹം അങ്ങനെയല്ല. ബ്രസീലിന് വേണ്ടി 50ഓളം മത്സരങ്ങൾ കളിച്ചിട്ട് 10 ഗോളുകൾ പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത താരമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇതിനെല്ലാം മാറ്റം വരുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സമ്മർദ്ദങ്ങൾ ഇല്ലാതെ കളിക്കുന്ന വിനിയെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ മത്സരത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന ഒരു താരമായിക്കൊണ്ട് മാറാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരം പോലുമില്ല. ഇതാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. അതായത് വിനീഷ്യസ് ജൂനിയർ, റാഫീഞ്ഞ തുടങ്ങിയ താരങ്ങൾക്കൊന്നും തന്നെ മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നാണ് റൊമാരിയോ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എപ്പോഴും നെയ്മർക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത്. നെയ്മറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് റൊമാരിയോ. ഏതായാലും നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.